മലയാളികളുടെ പ്രഭാത ഭക്ഷണങ്ങളിലെ രാജാവും റാണിയും എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കോംബോ പുട്ടും കടലയും. ഈ കൂട്ടുകെട്ടിനെ പിരിക്കാൻ അങ്ങനെ ആർക്കും, അതായത് മറ്റൊരു കോംബോയ്ക്കും കഴിഞ്ഞിട്ടില്ല എന്ന് സാരം. എന്നിരുന്നാലും പല നാട്ടിലും പുട്ടിന്റെ ഒപ്പം പല കിടിലൻ കോംബോകളും നിലവിലുണ്ട്. അങ്ങനെ വെജിലും നോൺ വെജിലും പല പല ഓപ്ഷനുകൾ പലരും പറഞ്ഞെങ്കിലും അവസാനം ഞങ്ങൾ തീരുമാനിച്ചു പുട്ടും കടലയും. വെറുതെ ഉണ്ടാക്കിയ പോരല്ലോ, രുചികരമാകണം എന്നതാണ് പ്രധാനം. അപ്പൊ പിന്നെ ഒരേ ഒരു പേരാണ് മനസ്സിലേക്ക് ഓടി വന്നത്: ഫിറ ഫുഡ്സ്. മലയാളികളുടെ ഭക്ഷണത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇടം നേടി പ്രീതി പിടിച്ചുപറ്റിയ ഫിറ ഫുഡ്സിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഈ പരിപാടിക്ക് നല്ലതെന്ന് പറയേണ്ടതില്ലല്ലോ. ഫിറ ഫുഡ്സിന്റെ കടലക്കറി ഉണ്ടാക്കൽ കർമ്മം ആദ്യം തുടങ്ങി. പതിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നീങ്ങിയ കത്തിയുടെ പരിലാളനമേറ്റ് ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊത്തമല്ലിയും കടുകു വറുത്ത എണ്ണയുടെ വിരുമാറിലേക്ക് അമർന്നു. പൊടിപാറുന്ന പോരാട്ടമായിരുന്നു പിന്നെ നടന്നത്. മുളക്, മല്ലി, ഗരം മസാല, മഞ്ഞള് ചൂടേറ്റുവാടി പച്ചമണം മാറി കറിവേപ്പിലയുടെ ഹരിതകാന്തി കൂടിയായപ്പോൾ അന്തരീക്ഷത്തിൽ സുഗന്ധം പരന്നു. പിന്നെയാണ് പ്രധാന കഥാപാത്രത്തിന്റെ വരവ്: ഫിറ ഫുഡ്സിന്റെ ചെറിയ കടല. വെറുതെ അങ്ങ് വരികയല്ല, തലേ ദിവസം വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് പിറ്റേ ദിവസം രാവിലെ വേവിച്ചെടുത്ത കടല എല്ലാം ചേർത്തിളക്കി പരസ്പരം ഒന്നുചേരാൻ മാറ്റിവെച്ചിട്ട് പുട്ടിന്റെ പട്ടാഭിഷേക ചടങ്ങിന് തുടക്കമായി. ഫിറ ഫുഡ്സിന്റെ പാക്കറ്റിൽ നിന്ന് മടർന്നു വീണ ചെറുതരി നിറഞ്ഞ പുട്ടുപൊടി പാത്രത്തിന്റെ വിരുമാറിലേക്ക്. ഇത്രയും ആർദ്രവുമായ പൊടി കുഴയ്ക്കുമ്പോൾ തന്നെ അറിയാം രുചി എന്താകുമെന്ന്. പുട്ടിന്റെ പൊടിയിൽ ചെറു ചൂടുവെള്ളം ചാലിച്ച് കൂട്ടത്തിൽ ഒരൽപ്പം ചിരകിയ തേങ്ങയും അരിഞ്ഞ ചെറിയ ഉള്ളിയും ലേശം ജീരകവും ചേർത്തിളക്കി. ഇത്രയുമായപ്പോൾ ടേസ്റ്റ് കൂടുമെന്നാണ് പഴമൊഴി. കാത്തിരിപ്പിന്റെ ആലസ്യം പല മുഖങ്ങളിലും കാണാം. തൽക്കാലം അതിന് സമയമില്ലാത്തതിനാൽ പുട്ടിന്റെ കിരീടധാരണം നടത്താം. നീണ്ടു നിവർന്ന കുറ്റിയിലേക്ക് ചില്ലു വീഴുന്ന ശബ്ദം രുചി പ്രതീക്ഷയുടെ ആദ്യ ബെൽ മുഴക്കി. പിന്നീട് അങ്ങോട്ടെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇടവേളകളിൽ തേങ്ങയും പുട്ടും ചേർന്നൊരു കൂടിച്ചേരൽ. വരിവരിയായവർ ഇരുന്നത് തിളച്ചു പൊങ്ങിയ വെള്ളം നിറഞ്ഞ പുട്ടുകുടത്തിലേക്ക്. 2 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി എന്ന സൂചന നൽകിക്കൊണ്ട് ആവിയാശാൻ പുറത്തു ചാടി. അതെ, അങ്ങനെ അവന്റെ വരവ് ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. ഫിറ ഫുഡ്സിന്റെ പുട്ട് പുഞ്ചിരി തൂകി ആവി പടർത്തിക്കൊണ്ട് പാത്രത്തിലേക്ക് പതിഞ്ഞു. അങ്ങനെ ആ പ്രവർത്തനം പല തവണ ആവർത്തിച്ചു. വളരെ വേഗം നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന പുട്ടും കടലയും കഴിക്കാനായി മനസ്സൊരുക്കി. ഫിറ ഫുഡ്സിന്റെ ശുദ്ധമായ കടല കൊണ്ടുണ്ടാക്കിയ കറിയുടെ ടേസ്റ്റ് നോക്കിയവർക്കെല്ലാം മനസ്സ് നിറഞ്ഞു. അങ്ങനെ ആവി പറക്കുന്ന പുട്ടിന്റെ മുകളിലേക്ക് ചൂടുള്ള കടലക്കറി ലയിച്ചു ചേർന്നു. അല്ല, കുഴച്ചു ചേർത്തു എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഒരേ മനസ്സോടെ ഒരേ പാത്രത്തിൽ നിന്ന് ഒത്തൊരുമിച്ച് കഴിച്ചു. ഇതുണ്ടാക്കി കഴിച്ചതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, ഒരു തവണയെങ്കിലും ഫിറ ഫുഡ്സിന്റെ പ്രോഡക്റ്റ് ഇതുവരെ പരീക്ഷിക്കാത്തവർ ഒന്ന് ഉപയോഗിച്ച് നോക്കണം. നിങ്ങൾ ഇതിന്റെ ഫാനായി മാറും എന്ന കാര്യം തീർച്ച. ഫിറയുടെ പ്രോഡക്റ്റുകൾ ഇനിയുമുണ്ട് പരിചയപ്പെടുത്താൻ. ആ വിശദാംശങ്ങൾ അടങ്ങിയ വീഡിയോ ഉടൻ വരും. കാത്തിരിക്കൂ, ഞങ്ങൾ ഇത് ആസ്വദിക്കട്ടെ.